ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കും മാർച്ച് 5-നും 6-നും അൽഹിന്ദ് ഓൾറെഡി സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു റീജിയണൽ വാറും അതിനെ തുടർന്നുള്ള യാത്രാ ബുദ്ധിമുട്ടുകളും നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊരു വിസ്മയമായി തീരുകയാണ് അൽഹിന്ദ്. എങ്ങനെയെന്ന് നമുക്ക് നൗഷാദ് ഖാൻ ചോദിക്കാം. നമ്മൾ ഇന്ന് രാത്രി 8:50 കൊച്ചിയിലേക്കും നാളെ രാത്രി 8:50 കൊച്ചിയിലേക്ക് സ്പേസ് ജെറ്റിന്റെ ഫ്ലൈറ്റ് ഉണ്ട്. മുംബൈയിലേക്കുണ്ട് രാത്രി 10:50. ഫുജേറിൽ നിന്നാണെന്ന് മാത്രം. എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതുപോലെ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ അൽഹിന്ദ് സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യാറുണ്ട്. എല്ലാ വെക്കേഷനിലും ജൂൺ ജൂലൈ സ്കൂൾ അവധിക്കാലത്തും അതുപോലെ തിരിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്തും കാലിക്കറ്റിൽ നിന്നും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ദുബായിലേക്കും തിരിച്ച് ദുബായിൽ നിന്ന് കാലിക്കറ്റും ഫുജേറിൽ നിന്നൊക്കെ കൊച്ചിയിലേക്കും തിരിച്ചും സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യാറുണ്ട്. കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തത് അൽഹിന്ദാണ്. വലിയ യാത്രാ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ അത്യാവശ്യമായിട്ട് നാട്ടിലെത്തേണ്ടവരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണെങ്കിലും മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഒമാൻ എയർലൈൻസും സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസിനൊക്കെ ഇന്നലെ ഇന്നുമായിട്ട് ഷെഹ്ന കാന്തൂർ ഉസ്താദിന്റെ മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, പാണക്കാട് മുനവർ അലി തങ്ങൾ, അതുപോലെ തന്നെ ഇക്ര ഹോസ്പിറ്റലിന്റെ PC അൻവർ ഡോക്ടർ എല്ലാവരും ഒമാൻ വഴി നാട്ടിലെത്തിയിട്ടുണ്ട്. യാത്ര വലിയ പ്രശ്നമായിട്ടൊന്നും ഇപ്പം മാറിയിട്ടില്ല. എയർപോർട്ടുകൾ താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷെ ഏത് നിമിഷവും എല്ലാ എയർപോർട്ടുകളും സജീവമാകും, എല്ലാ എയർലൈൻസുകളും സജീവമാകും. UAE-യിലുള്ള പ്രവാസികൾക്ക് ആശങ്കയും ഭയവും ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്രയും കട്ടക്ക് സപ്പോർട്ടാണ് ഇവിടുത്തെ ഭരണകൂടം കാണിക്കുന്നത്. അങ്ങനെ വേർതിരിവ്, സ്വദേശി വിദേശി എന്നൊരു വേർതിരിവ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ കാണിക്കുന്നില്ല. ഇപ്പൊ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് ഉംറ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയമാണ്. അപ്പൊ അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ട്? റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ഉംറ തീർത്ഥാടകർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് 1-2 ദിവസം വിമാന യാത്രാ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പരിഹരിക്കാൻ ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കും മാർച്ച് 5-നും 6-നും അൽഹിന്ദ് ഓൾറെഡി സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ആവശ്യമെന്ന് തോന്നിയാൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസികൾക്ക് GCC-യിൽ എവിടെന്നെങ്കിലും യാത്രാ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ആ സ്പോട്ടിൽ അൽഹിന്ദ് സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് യാത്രാ പ്രയാസങ്ങൾ മാറ്റും. അല്ലാത്ത വലിയ പ്രയാസത്തിലൂടെയോ കൊറോണ സമാനമായ സാഹചര്യത്തിലൂടെയോ ഒന്നുമല്ല പ്രവാസികൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വിഷമോ ആർക്കും ഉണ്ടാവേണ്ട. വെറുതെ നമ്മൾ പടച്ചുവിടുന്ന ഫാബ്രിക്കേറ്റഡ് ന്യൂസുകൾ വ്യൂസ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ വൈറലാക്കാൻ വേണ്ടി പ്രവാസികളെയും പ്രത്യേകിച്ച് കുടുംബങ്ങളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ന്യൂസൊക്കെ പോലെ തന്നെ ഭയങ്കരമായ സംഭവം ഒന്നുമില്ല. പ്രത്യേകിച്ച് UAE-യിലെ പ്രവാസികൾ 100% പെർഫെക്റ്റ് ആണ്, സുരക്ഷിതരാണ്.